ഇന്ത്യയിലെ സഭകൾക്ക് ഡീപ് സ്റ്റേറ്റുമായി അടുത്ത ബന്ധമുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. അതായത് വിദേശകാര്യ സെക്രട്ടറി അമേരിക്കയുടെ മാർക്കോ റൂബിയോ ഇന്ത്യയിലെത്തി. ഡൽഹിയിലല്ല ഇറങ്ങിയത്, കൊൽക്കത്തയിലാണ് ഇറങ്ങിയത്. എന്നിട്ട് നേരെ പോയി കണ്ടത് മിഷണറീസ് ഓഫ് ചാരിറ്റിയെയാണ്. അതായത് ഇന്ത്യയിൽ മദർ തെരേസയുടെ നേതൃത്വത്തിൽ നടത്തിയിരുന്ന മിഷണറി പ്രവർത്തനങ്ങൾ, വേറൊന്നുമല്ല ഇവാഞ്ചലിസ്റ്റുകളുടെ പ്രവർത്തനം എന്ന് തന്നെ അതിന് പറയേണ്ടി വരും. അപ്പോൾ ഇതിപ്പോൾ മറയൊക്കെ നീക്കി പുറത്തേക്ക് വന്നിട്ടില്ലേ? FCR ഇവർക്ക് കൊണ്ടുവന്നാണ് തോന്നുന്നത്, അല്ലേ സർ? അത് അതിനെക്കുറിച്ച് അമേരിക്കയുടെ പ്രതിഷേധം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാർക്കോ റൂബിയോ നേരിട്ട് കൽക്കത്തയിൽ പോയതും തെരേസയുടെ സ്ഥാപനമായ മിഷണറീസ് ഓഫ് ചാരിറ്റി സന്ദർശിച്ചതുമൊക്കെ. അതല്ലാതെ അതിന് യാതൊരു പ്രത്യേകതയും നൽകേണ്ട ആവശ്യമില്ല. മാർക്കോ റൂബിയോ ഒരു കത്തോലിക്കനാണ്, അമേരിക്കക്കാരനല്ല അയാൾ യഥാർത്ഥത്തിൽ. അയാളുടെ മാതാവും പിതാവും ഒക്കെ ക്യൂബയിൽ നിന്ന് കുടിയേറി പാർത്തവരാണ്. അവർ ക്യൂബയിലെ ഈ മിലിറ്ററി ഭരണം, ബറ്റിസ്റ്റ എന്ന് പറയുന്ന ആളുടെ ഭരണത്തിൽ പ്രതിഷേധിച്ചിട്ടാണ് അവിടെ വന്നു എന്നാണ് പറയണത്. പക്ഷെ അങ്ങനെയാണെങ്കിലും ബറ്റിസ്റ്റ പോയി കഴിഞ്ഞപ്പോൾ കാസ്ട്രോ മറ്റൊരു കത്തോലിക്കനാണ്, അയാൾ വന്ന സ്ഥിതിക്ക് അവിടെ പോകണ്ടായിരുന്നു. അവിടെയാണ് ഏറ്റവും വലിയ സ്വർഗം എന്ന് കമ്മ്യൂണിസ്റ്റുകാർ പറയാറുണ്ട്. അവർ പോയില്ല. അവർ കാത്തലിക് ഫണ്ടമെൻ്റലിസ്റ്റുകളായിരുന്നു ഈ മാർക്കോ റൂബിയോയുടെ അച്ഛനും അമ്മയും. ഇയാളും ഇതുപോലെ തന്നെ ഒരു ക്രിസ്ത്യൻ കാത്തലിക് ഫണ്ടമെൻ്റലിസ്റ്റാണ്. പിന്നെ പ്രിയൻ പറഞ്ഞില്ലേ, ചർച്ചിന് സഭയ്ക്ക് ഡീപ് സ്റ്റേറ്റുമായിട്ടുള്ള ബന്ധം ഇതോടെ പുറത്തു വന്നിരിക്കുന്നു. ഇത് എത്രയോ നാൾ മുമ്പ് പുറത്തു വന്നതാണ്. പ്രിയന് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, കേട്ടിട്ടുണ്ടോ? വിമോചന സമരത്തെക്കുറിച്ചൊക്കെ നിങ്ങളൊക്കെ ജനിക്കണേന് എത്രയോ വർഷം മുമ്പ് നടന്നതാണ്. 1958-59 വിമോചന സമരം നടന്നത്. ഈ തെരഞ്ഞെടുക്കപ്പെട്ട EMS മന്ത്രിസഭയെ അട്ടിമറിക്കാൻ വേണ്ടി ക്രൈസ്തവ സഭയുടെ നേതൃത്വത്തിൽ, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നടന്ന ഒരു സമരമാണ് ഈ വിമോചന സമരം അഥവാ ലിബറേഷൻ സ്ട്രഗിൾ എന്ന് പറയുന്നത്. ഇവിടെ ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് വരുത്തി തീർത്ത് പള്ളിയിലെ അച്ഛന്മാർ, ആ ചങ്ങനാശ്ശേരിയിലൊരു ബിഷപ്പുണ്ടായിരുന്നു, ചത്തുപോയി, സെബാസ്റ്റ്യൻ പോവത്തിൽ എന്നിട്ട് ജോസഫ് പോവത്തിൽ എന്നിട്ട് പറഞ്ഞ്, ഇവിടുത്തെ ആൾക്കാർ പോവത്തിൽ പിതാവ് എന്നൊക്കെ പറഞ്ഞു വിളിച്ച് ദൈവപുരുഷനാണ്, കള്ളന് കഞ്ഞി വെച്ചാണ് അയാൾ. അപ്പോൾ അയാളുടെ നേതൃത്വത്തിലാണ് ഈ വിമോചന സമരം നടന്നത്. ഈ വിമോചന സമരത്തെക്കുറിച്ച്, വിമോചന സമരത്തിൻ്റെ മുൻപന്തിയിൽ നിന്ന് നേതൃത്വം കൊടുത്ത 2 പേര് അവരുടെ ആത്മകഥയിൽ പരാമർശിച്ചിട്ടുണ്ട്. ഒന്ന് നമ്മുടെ മുൻ മന്ത്രി ലോനപ്പൻ നമ്പാടൻ, അതുപോലെ വേറൊന്ന് കേരളത്തിലെ പ്രമുഖ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള പേരോടുകൂടി മരിച്ച ഫാദർ വടക്കൻ. അപ്പോൾ ഈ ലോനപ്പൻ നമ്പാടൻ പറയുന്നുണ്ട്, 1958-59 പീരീഡിൽ കേരളത്തിലേക്ക് മാത്രമായിട്ട് അമേരിക്കയിൽ നിന്ന് 15 ലക്ഷം രൂപയുടെ ഡോളർ ഇവിടെ മാറിയിട്ടുണ്ട്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കുക, അന്ന് 15 ലക്ഷം ഡോളറിൻ്റെ ചെക്ക് മാറിയ വിവരം കേരളത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, സഭയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് എന്തിനായിരുന്നു എന്നുള്ളത് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ഇത് ലോനപ്പൻ നമ്പാടൻ പറഞ്ഞതല്ല, അദ്ദേഹം അന്നത്തെ കേന്ദ്ര ധനകാര്യ വകുപ്പ് സഹമന്ത്രി രാജ്യസഭയിൽ നൽകിയ മറുപടി കോട്ട് ചെയ്തിട്ടാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, ഈ വിമോചന സമരത്തിൽ പങ്കെടുത്ത ക്രിസ്ത്യാനികളെ, ക്രൈസ്തവരെയും പള്ളിയിലെ അച്ഛന്മാരെയും മുഴുവനും സ്വിറ്റ്സർലൻഡിൽ കോ എന്ന് പറഞ്ഞൊരു നഗരമുണ്ട്, KO. ഈ കോ എന്ന് പറയുന്ന നഗരത്തിൽ മോറൽ റിയാർമമെൻറ്റ് സൊസൈറ്റിയുടെ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുപോയിട്ട് 1 മാസത്തോളം താമസിപ്പിച്ച് എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. വൈനിങ് ആൻഡ് ഡൈനിങ് ആൻഡ് വാട്ട് നോട്ട് എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ചർച്ച്, കത്തോലിക് ചർച്ച് എന്ത് ലെവലിലേക്കും കുനിയാൻ മടിക്കില്ല അവരുടെ കാര്യം നടന്നു കിട്ടാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഫാദർ വടക്കനും എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ. അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര് എൻ്റെ കുതിപ്പും കിതപ്പും ആണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര്. ലോനപ്പൻ നമ്പാടിൻ്റെ ആത്മകഥയുടെ പേര് വിശ്വാസിയുടെ സഞ്ചാരം, അങ്ങനെ എന്തോറ്റാണ്. ഞാനത് പുറത്തിറങ്ങിയപ്പോൾ വായിച്ചതാണ്. പക്ഷേ ഞാനൊരു പ്രത്യേകത കണ്ടത്, ഈ 2 പുസ്തകങ്ങളെ കുറിച്ചിട്ടും കേരളത്തിലെ മാധ്യമങ്ങൾ പുസ്തക വിചാരവും ഒക്കെ നടത്താറുണ്ട്. സാഹിത്യകാരന്മാരും സാംസ്കാരിക നായകന്മാരും ഈ ഭാഗത്തിനെ കുറിച്ച് പറയാറേ ഇല്ല. വളരെ കൗതുകകരമായി സാംസ്കാരിക നായകൾ വടക്കും എന്തെങ്കിലും കണ്ടാലേ, UP എന്തെങ്കിലും കണ്ടാലേ കുറയ്ക്കുള്ളൂ. അത് പ്രൊഫസർ M കൃഷ്ണൻ നായർ അദ്ദേഹത്തിൻ്റെ സാഹിത്യ വാരഫലത്തിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം മധ്യപ്രദേശിലെ ഒരു ഗ്രാമത്തിൽ പോയി, അദ്ദേഹം ഇന്ത്യ സന്ദർശിക്കുന്ന വേളയിൽ. അപ്പോൾ ആ ഗ്രാമത്തിൽ കുറേ ദിവസം താമസിച്ചു. അപ്പോൾ അദ്ദേഹം പറയാണ്,
അവിടെയുള്ളൊരു മലയാളി പുരോഹിതനാണ്, ക്രൈസ്തവ പുരോഹിതനാണ് അവിടുത്തെ പള്ളിയിലെ വികാരി. ആ ഗ്രാമത്തിലെ കുട്ടികൾക്കെല്ലാം ഈ വികാരിയുടെ ഛായയാണെന്നാണ് പറയുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ അപ്പോൾ ഇവരുടെ കൗണ്ടർ റെവല്യൂഷനൊക്കെ നടത്തുന്നതിൻ്റെ കാര്യം. അപ്പോൾ ഇപ്പോൾ ഈ മാർക്കോ റൂബിയോ ഇപ്പോൾ കൽക്കത്തയിൽ ചർച്ചിൽ പോയത് അവിടെ ചാരിറ്റി മിഷണറീസ് ഓഫ് ചാരിറ്റീനെ സന്ദർശിച്ച ഈ ഒരു കാരണം ഒന്നുകൊണ്ട് മാത്രമാണ്, അല്ലാണ്ട് അവിടെ പോകേണ്ട ആവശ്യമില്ല. മദർ തെരേസ ചത്തിട്ട് എത്രയോ വർഷമായി, അവർക്ക് നോബൽ പ്രൈസ് എല്ലാം കിട്ടി, അവർക്ക് ചത്തു. അത് മാത്രമല്ല, ഈ പ്രിയൻ ഓർമ്മയുണ്ടോയെന്നല്ല, ജയലളിത 2011 മറ്റോ മുഖ്യമന്ത്രിയായി കഴിഞ്ഞപ്പോൾ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന സ്ത്രീയില്ലേ, ഹില്ലറി ക്ലിൻ്റൺ, അവർ മദ്രാസിൽ വന്നിട്ടുണ്ടായിരുന്നു. അവർ മദ്രാസിൽ വന്നത് ഈ ജയലളിതയ്ക്ക് വാണിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. 2001 ജയലളിത ജയിച്ച അധികാരത്തിൽ വന്നപ്പോൾ ഫ്രീഡം ഓഫ് റിലീജിയൻ ബിൽ അവിടെ അവതരിപ്പിച്ചു, മതപരിവർത്തന നിരോധന ബില്ല്. അത് സഭകൾക്ക് വലിയ ബുദ്ധിമുട്ടായി കഴിഞ്ഞപ്പോൾ അവർ അമേരിക്കയിലേക്ക് വിളിച്ച് അങ്കിൾ സാമിൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ആ 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ, അന്നത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP തോറ്റുമല്ലോ, കോൺഗ്രസ് അധികാരത്തിൽ വരികയും ചെയ്തു. അപ്പോൾ അവർ ആ ബില്ല് പിൻവലിച്ചു. തൽക്കാലത്തേക്കാണെങ്കിൽ ബില്ല് പിൻവലിക്കുകയാണെന്ന് പറഞ്ഞിട്ടാണ് ജയലളിത ബില്ല് പിൻവലിച്ചത്. 2006 തെരഞ്ഞെടുപ്പിൽ ജയലളിതയ്ക്ക് വ്യക്തമായ ഭൂരിപക്ഷം കിട്ടിയില്ല, സീറ്റുകളുടെ എണ്ണം കുറഞ്ഞുപോയി. കേവലം 90 സീറ്റ് കിട്ടിയ കരുണാനിധി ഏച്ചുകൂട്ടിയ കുറേ ആൾക്കാരുടെ സപ്പോർട്ടോടുകൂടി ഭരിച്ചു, ന്യൂനപക്ഷ ഗവൺമെൻറ്റായിട്ട്. അപ്പോൾ 2011 വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ജയലളിത അധികാരത്തിൽ വന്നപ്പോൾ അമേരിക്കക്കാർക്ക് ഇവിടുന്ന് സന്ദേശം കിട്ടി. അതായത് ഇവിടുത്തെ സഭകൾ അവരെ അറിയിച്ചു, നോക്കൂ, ഇവിടെ വീണ്ടും മതപരിവർത്തന നിയമം പരിവർത്തന നിരോധന നിയമം വരും, ഞങ്ങൾക്ക് മതപരിവർത്തനം നടത്താൻ പറ്റൂല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഹില്ലറി ക്ലിൻ്റൺ നേരിട്ട് വന്ന് തമിഴ്നാട്ടിൽ വന്ന് ജയലളിതയെ കണ്ടതും ജയലളിതയ്ക്ക് മുന്നറിയിപ്പ് നൽകിയതൊക്കെ. അതല്ലാതെ ഹില്ലറി ക്ലിൻ്റൺ തമിഴ്നാട്ടിൽ വന്ന് ജയലളിതയെ കാണേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് പതിവാണല്ലോ, മതപരിവർത്തന ബില്ലിനെതിരെയാണ് എല്ലാ ആക്ടിവിറ്റീസും നടത്തുന്ന മുഴുവൻ. അതുമാത്രമല്ല, ഏറ്റവും വലിയ അട്ടിമറി നടത്തുന്ന സംഘടനയാണ് ഈ സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി, മിഷണറീസ് ഓഫ് ചാരിറ്റി ചെയ്യണമെന്ന് കോടതിയുടെ കോടതിയുടെ വിധി തന്നെ വന്നിട്ടുണ്ട്. ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിലും ഇവർ കുട്ടികളെ വിൽക്കും. ഇവർ മനസ്സിലായില്ലേ, പാവപ്പെട്ട വനിതകൾ പ്രസവിക്കുന്ന കുട്ടികളെ അവർക്ക് എന്തെങ്കിലും പൈസ കൊടുത്ത് മേടിച്ച് ഏതെങ്കിലും അനാഥാലയത്തിൽ കൊണ്ടുപോയിട്ട് കത്തോലിക്കനായിട്ട് വളർത്തും. അത് കോടതിയിൽ വന്ന് എല്ലാ മാധ്യമങ്ങളിലും എന്താ പറയുക, ഉത്തരേന്ത്യൻ മാധ്യമങ്ങളിൽ ഇതിനെപ്പറ്റി പറയുകയുണ്ടായി. പക്ഷേ ഇവിടുത്തെ നമ്മുടെ മാധ്യമങ്ങളും മിണ്ടിയിട്ടില്ല അതിനെ പറ്റിയിട്ട്. അപ്പോൾ ഇത് മാർക്കോ റൂബിയോ ഇവിടെ വന്നതും എന്താ പറയുക, സിസ്റ്റേഴ്സ് ഓഫ് മിഷണറീസ് ഓഫ് ചാരിറ്റീസിൽ പോയതിലും യാതൊരു അതിശയവും എനിക്ക് തോന്നുന്നില്ല കണ്ടിട്ട്. ഇത് മതപരിവർത്തന ലോബിക്ക് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ നേരെ കൽക്കത്തയ്ക്ക് പോയത്, ഡൽഹിയിലേക്ക് വരേണ്ട മനുഷ്യൻ. അത് എനിക്ക് തോന്നുന്നു അൺസ്കെഡ്യൂൾഡ് വിസിറ്റ് ആയിരുന്നു എന്ന് തോന്നുന്നു, അല്ലേ? നേരത്തെ പറഞ്ഞറിയിക്കാത്തൊരു വിസിറ്റ് ആയിരുന്നു, പെട്ടെന്ന് അയാൾ കൽക്കത്തയ്ക്ക് പോയത്. അതെ, അത് മാത്രമല്ല സാർ, ആലോചിച്ച് നോക്കൂ, മാർക്കോ റൂബിയോ വന്നിറങ്ങുന്നു, സ്വീകരിക്കാനായിട്ട് വിട്ടത് ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ഒരു അത് നല്ലൊരു മെസ്സേജാണ് ജയശങ്കർ കൊടുത്തിരിക്കുന്നത്. കാരണം ഇതിൽ ഇന്ത്യയിലിപ്പോൾ മറ്റ് രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരോ അതല്ലെങ്കിൽ രാഷ്ട്രത്തലവന്മാർ വരുമ്പോൾ തീർച്ചയായിട്ടും പ്രധാനമന്ത്രി അതല്ലെങ്കിൽ ക്യാബിനറ്റിൻ്റെ ഒരു പ്രോട്ടോകോൾ മന്ത്രി ആയിരിക്കും പോയി സ്വീകരിക്കുക. അപ്പോൾ സ്റ്റേറ്റ് സെക്രട്ടറി എന്ന് പറയുമ്പോൾ വിദേശകാര്യ സെക്രട്ടറിയുടെ ഇതിന് തുല്യമാണ്, അല്ലെങ്കിൽ വിദേശകാര്യ മന്ത്രി ആണ് അവരുടെ. അപ്പോൾ ഇവിടെ നിന്നൊരു ഡെപ്യൂട്ടി മന്ത്രിയെങ്കിലും പോയി സ്വീകരിക്കുന്നതാണ്. ഇത് സ്നബ്ബിങ്, ഇന്ത്യ ഗേവ് എ സ്നബ്, അതാണ് ശരിക്കും വേണ്ടത്. അയാളെ ശരിക്കും പറഞ്ഞ അയാൾക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു മെസ്സേജ് നൽകുകയാണ്, യു ആർ നോട്ട് വെൽക്കം ഇൻ ദിസ് കൺട്രി എന്നുള്ളത്. ബിഹേവ് യുവർ സെൽഫ്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വകയും ഞങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടാൻ പോണില്ല എന്നുള്ളൊരു മെസ്സേജാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം ഒന്ന് മാത്രമല്ല, ഈ അമേരിക്ക ഇന്ത്യനെ എന്താ പറയുക പലപ്പോഴും തോണ്ടാറുണ്ട് എന്നുള്ള വിവരം നരേന്ദ്രമോദിക്കൊക്കെ അറിയാമല്ലോ. ഇപ്പോൾ താരിഫിൻ്റെ കാര്യത്തിലൊക്കെ ഇന്ത്യയെ കണ്ടുപോകാനും ഇത് പറഞ്ഞു നരേന്ദ്രമോദി ഒന്നും പ്രതികരിച്ചേ ഇല്ല. ഡെഡ് ഇക്കണോമിയാണ് ഇന്ത്യ എന്ന് പറഞ്ഞു, ലോകത്തിലെ 4ാമത്തെ ഇക്കണോമിയാണ് ഈ രാജ്യം, എന്നിട്ട് പറയുന്നത് ഇറ്റ് ഈസ് എ ഡെഡ് ഇക്കണോമി എന്ന് പറഞ്ഞു, ഒന്നും മിണ്ടിയില്ല. അത് തന്നെ പറഞ്ഞു. എന്നിട്ട് ഒരിടത്ത് പ്രസംഗിച്ചപ്പോൾ അയാൾ പറഞ്ഞു വളരെ എന്താണ് പറയുന്നത്, സർജിങ് ഇക്കണോമിയാണ് ഇന്ത്യ എന്ന് അയാൾ അത് പറഞ്ഞ് കുറച്ച് ദിവസം മാറ്റി കഴിയും. ട്രംപ് പറയണമെന്ന് കാര്യമാക്കണ്ട, ട്രംപ് ഒരു സമയം ഒരിക്കൽ പറഞ്ഞതല്ല, പിന്നെ പറയണം മുഴുവനും. ഇപ്പോൾ ഇസ്രായേൽ, ഇപ്പോൾ ഈ ഇറാനെതിരെ
ഡീല് കൊടുത്തിട്ട് എന്താ കുറേ നിബന്ധനകൾ വെച്ചിട്ട് അയാൾ പറഞ്ഞു എല്ലാത്തിലും ഇറാൻ ഒപ്പിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു പോയി പണി നോക്കാൻ പറഞ്ഞു. ഞങ്ങൾ ഒപ്പിട്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഇപ്പം പറഞ്ഞു ദ ഡീൽ ഈസ് നിയർ ബൈ, നാളെ മറ്റന്നാൾ ഡീൽ ഒപ്പിടുന്നു പറഞ്ഞു. അപ്പോൾ ഇന്നലെ ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഒരു ഡീലിൽ ഒപ്പിടാൻ പോകുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് അമേരിക്കയ്ക്ക് കിട്ടണ നിരന്തരം ഇതാണ്. ഇവിടെ ഈ മത സ്വാതന്ത്ര്യം എല്ലാ പള്ളിയിലെ അച്ഛന്മാർക്കും ഇവാഞ്ചലിസ്റ്റുകൾക്കും കയറി നിരങ്ങണം ഇന്ത്യയിൽ. അതിനുള്ള സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ എന്താ ഇന്ത്യനെ പറ്റിയിട്ട് ഒന്നും പറയില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഏതൊരു പള്ളിയിലെ അച്ഛനോ അല്ലെങ്കിൽ ഏതൊരു ബിഷപ്പോ മിത്രാനോ ആരെങ്കിലും ഇന്ത്യയെ പറ്റി നല്ലത് പറയണത് പ്രിയൻ കേട്ടിട്ടുണ്ടോ? അവർ പറയൂല. അവരൊരിക്കലും ഈ എന്താ പറയണ എന്താ ഇവിടുത്തെ ഒരു ലത്തീൻ കത്തോലിക്ക പുരോഹിതൻ പറയണ്ടായിരുന്നു, കേരളത്തിലെ പുരോഹിതൻ അല്ല പറയണ്ടേ, വീലർ ഡീലറാണ് അയാൾ. എന്താണ് മന്ത്രിമാരുടെ ഇടയിൽ എറണാകുളത്ത് നിന്നുള്ള ലത്തീൻ കത്തോലിക്കർ ആരും ഇല്ലയെന്ന്. വേറൊരു ലത്തീൻ കത്തോലിക്കാരൻ നടക്കുന്നുണ്ട്, ഇന്ത്യ മുഴുവൻ എന്നെ അന്വേഷിച്ച് വരികയാണ്, കേരളത്തിൽ നിന്നുള്ള എന്താ ഇത് ആരും വന്നിട്ടില്ല, അതല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും മറ്റേ സംസ്ഥാനങ്ങളുടെ ബ്രാൻഡ് അംബാസഡറായിട്ട് ഡൽഹിയിൽ പോയി ഇരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കണേ. ഞാൻ പേര് പറയാനുള്ള എന്താ ആവശ്യം. നാണക്കേടിന് ഒരു വേറൊരു പര്യായം ഉണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ പേരാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഇന്ത്യ ലൈവ് ഇത്തരം ഒരുപാട് വിവരങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നുണ്ട്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായിട്ടും ചെയ്യണം.